ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഷവർമ കട്ലറ്റുമായിട്ടാണ്. ഷവർമയുടെ അതേ രുചിയിലൊരു കട്ലറ്റാണ് കേട്ടോ. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മതി, നല്ല കിടിലൻ ടേസ്റ്റുമാണ്. അപ്പോൾ ഷവർമ കട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3 വലിയ പൊട്ടറ്റോയും പിന്നെ 3 ചെറിയ പൊട്ടറ്റോയും പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ എല്ലാം വലുതാണെങ്കിൽ 3 എണ്ണം മതി കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള കട്ട് ചെയ്തതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പച്ചമുളകാണ്. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. അപ്പോൾ നമ്മളിതിലേക്ക് സവാളയൊന്നും വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച ചിക്കൻ 1 കപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. വേവിച്ചത് ക്രഷ് ചെയ്തതിന് ശേഷമാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ചിക്കൻ കറി മസാല 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബീഫ് കറി മസാലയോ അല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാലയൊക്കെ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഷവർമ കട്ലറ്റ് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. കാരണം നമ്മൾ സവാളയൊന്നും വഴറ്റിയെടുത്ത സമയം കളയേണ്ട ആവശ്യമില്ല. കട്ലറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം ബോൾസിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ കട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട് നമ്മൾ എടുത്ത അളവിൽ. ഇനി നമ്മളിത് സാധാരണ മുട്ടയിലൊക്കെ മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഷവർമ കട്ലറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മുട്ടയിലല്ല കേട്ടോ മുക്കിയെടുക്കുന്നത്, മയോണൈസിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനുള്ള മയോണൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു കോഴിമുട്ട ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. 1 മുട്ട ഫുള്ളായിട്ട് എടുത്തോളൂ കേട്ടോ. പിന്നെ 1 അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂണോളം ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം ഇത് നല്ല പോലെ അടിച്ചെടുക്കണം. അതിനുശേഷം ഈ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് നല്ല തിക്കാവുന്നത് വരെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം മുട്ടയൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷമാണ് സൺഫ്ലവർ ഓയിൽ ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നല്ല തിക്കാക്കിയിട്ട് പിന്നെ വെള്ളം ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് കട്ലറ്റ് ഇതിൽ മുക്കിയിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മയോണൈസ് ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ നമ്മൾ കട്ലറ്റ് ഉണ്ടാക്കാൻ അടുത്തതായിട്ട് വേണ്ടത് ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ മയോണൈസിൽ ഈ കട്ലറ്റ് നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് പൊടിച്ചതിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ബ്രെഡിൻ്റെ അരികുവശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന പോർഷനാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ മയോണൈസിൽ മുക്കിയതിന് ശേഷം മറ്റേ ഇടത്തെ കൈകൊണ്ട് വേണം നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രെഡിലൊക്കെ മയോണൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ ഇനി എല്ലാം ഒന്ന് ആദ്യം മയോണൈസിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മളിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓയിൽ ഇവിടെ നല്ല പോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ നല്ല ചൂടാവണം കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട്ലറ്റ് അതിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. പിന്നെ പൊട്ടറ്റോയും ചിക്കനൊക്കെ ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്തതാണ്. അതുകൊണ്ട് ഇനി അധിക സമയമൊന്നും ഫ്രൈ ആക്കി എടുക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഷവർമയുടെ ടേസ്റ്റിലുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയൊക്കെ വേണം. ഇതാവുമ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കട്ട്ലറ്റാണ്. അപ്പോൾ കട്ട്ലറ്റിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.